ഇടിച്ചക്ക, പപ്പടം, ചോറിടാൻ. ഞാൻ നിന്നെ തല്ലട്ടെ എന്നിട്ട് വേണം. നമ്മുടെ കയ്യിൻ്റെ അവിടെ ഒരു ചെറിയൊരു പൊള്ളല്, അതിനൊരു മരുന്ന് വാങ്ങിയതാണ്. അതെന്തായിരിക്കും? കടല. അത് പ്രേമല് കാണുമ്പോ കണ്ണിലെഴുതല്ല. ഇത് കയ്യിലെ മുറിക്കുള്ളത്. ചോട്ടാബിയാണ് ഏറ്റവും കൂടുതൽ മക്കൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് ഒരു മാസത്തേക്കുള്ളതുണ്ട് പോരെ. ഇതും കൊണ്ട് ഉണ്ടാക്കിട്ടോ. പിന്നെതാ നമ്മുടെ ഇപ്രാവശ്യത്തെ ആദ്യത്തെ മാങ്ങ കേട്ടോ. കണ്ട ഇത് എവിടെന്നാന്നറിയോ? ഇത് ഞാനേ അമ്മയുടെ അടുത്തേക്ക് പോയിരുന്നു കേട്ടോ. വീട്ടിലത്തെ അമ്മയുടെ അടുത്തേക്ക് പൗസ താത്താൻ്റെ അവിടേക്ക് പോയിരുന്നു. താത്താൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ മാങ്ങ, ഇടിച്ചക്ക. ചക്ക മൂത്തിട്ടില്ല, 3 ഏരി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വെറുതെ എന്തിനാ നാശാക്കണമെന്ന് വിചാരിച്ച് ചക്ക കൊണ്ടുവന്നില്ല. ഇടിച്ചക്കയെന്ന് പറഞ്ഞാൽ കൂട്ടാൻ വെക്കാതെ അമ്മ. സോയാബീൻ ഇതിപ്പോ ഇതാണ്ടോ, അത് സോയാബീനെ മക്കൾക്ക് കറി വെച്ചൊക്കെ കൊടുക്കാൻ നല്ലതല്ലേ. അപ്പം അങ്ങനെ അത് വാങ്ങി. കടല കണ്ടോ, 2 കിലോ ഉണ്ട്. ഇത് അതൊക്കെ തീർത്ത് തരാം അല്ലേ? 2 കിലോ ഉണ്ടെങ്കിൽ എന്താണ് തീരാത്താണ്. ഇതും കൊണ്ട് ഉണ്ട ഉണ്ടാക്കിയാൽ നല്ലതാട്ടോ. അരി വറുത്തതും ഇതും ശർക്കരയും തേങ്ങയും പാടെ ഇട്ടിട്ട് ഉണ്ട ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്താലേ. കടലമുട്ടായി അല്ല, ഉണ്ട നല്ലതാണ്. വല്ലപ്പാവ് കൂട്ടി അതിനെന്താണെന്നറിയാം, തോര കണ്ടു കഴിഞ്ഞാൽ വെച്ചാൽ കുറച്ചെടുത്ത് മാറ്റിക്ക. എടുത്തോ ഇടിച്ച ഉപ്പേരി ഇല്ലല്ലോ. ഉപ്പേരി ഉണ്ട് അതില്. അതാ ഗ്രീൻ പീസ് ഉണ്ട് വെള്ളത്തിലിട്ടിട്ട്, അതും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കണോ? കടലയെ കൊണ്ട് എങ്ങനെ ഉപ്പേരി? ഗ്രീൻ പീസും കൊണ്ട് വേണോ? ഗ്രീൻ പീസ് നാളെ ചോട്ടാബിയും കൊണ്ട് വെച്ചാൽ മതി. ഉണ്ടാക്കിക്കോ, ഞാൻ കഴിച്ചോണ്ട്. എന്താ വേണ്ട? ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതിന് അച്ഛൻ്റെ വക ഇന്നത്തെ കുക്കിങ്. ഇതിലെന്തെങ്കിലും ഇട്ടോ? അരിപ്പ് കഴിഞ്ഞു. സുകന്യ തെറ്റിപ്പോവാ. സുകന്യക്ക് പറ്റിയില്ല പറഞ്ഞു. ബിസ്ക്കറ്റ് കൊണ്ടുവന്നോട്ടൊക്കെയാണേ വലിയൊരു കൂടെ. അത് അച്ചു ഇതെടുത്തോട്ടെ കുട്ടികൾക്ക്. എന്ന് ബ്രെഡല്ലേ. 2 മാങ്ങ എടുത്തിട്ട് ഇപ്പൊ ഇത് ചെയ്യാം. ആവണയല്ലേ, പഴുത്ത് കഴിഞ്ഞാൽ കൊണ്ടുവന്നൂടെ പറഞ്ഞിട്ട് വെറുതെ മൂക്കാത്തത് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? ചെള്ളിപ്പൊടി മാങ്ങിയമ്പാടെ കൂട്ടാൻ വെക്കാൻ പറ്റില്ല അമ്മ. നാളെ ചെള്ളിപ്പൊടി മാങ്ങിയമ്പാടെ കൂട്ടാൻ വെക്കണം. ചെള്ളിപ്പൊടി ഉണ്ട്. എടാ അത് എന്താ അച്ചാറ് മാത്രല്ല, ഇങ്ങനെ തിന്നു നോക്കണേ. എവിടെ ഇവിടെ ഉണ്ടായിരുന്ന കത്തി? എവിടെ? നമ്മുടെ വത്സരത്തിൻ്റെ അവിടെ മൂച്ചിയിൽ മാങ്ങണ്ടായ ഞങ്ങൾക്ക് മാങ്ങണ്ടാവും കേട്ടോ. ഇതിപ്പോ ആരങ്ങോട്ടാ വിളിക്കണേ? ഞങ്ങൾ മീൻ വാങ്ങാൻ പോയി. 370 രൂപ ആകെയുള്ള. പിന്നെ ഒരു ചെമ്പല്ലിക്ക് 240 രൂപ. അപ്പോൾ വേണ്ട പറഞ്ഞിട്ട് വാങ്ങിയില്ല. കുട്ടികൾക്ക് മീൻ വേണ്ടേനും നിറച്ച് വാങ്ങാല്. നാളെ മറ്റേ മുട്ടക്കോഴി ഒന്ന് പോയി നോക്കിട്ടേട്ടാ. മുട്ടക്കോഴി ഉണ്ട്. എത്രമ്മ? മുട്ടക്കോഴി 100 രൂപ. എത്ര മുട്ടയിടുന്ന കോഴി? അത് കറി വെച്ച് നല്ല രസം. അത്ര അലിമുത്തണം പറയാനേ. കുക്കറിൽ വെക്കാനേ പറ്റുള്ളൂ. അമ്മ അത് കടല വേണമെങ്കിൽ എടുത്തോളൂ. ഞാൻ നാളെ എന്തെങ്കിലും ഉണ്ടാക്കാല്ലേ. ഉണ്ടാക്കിയാലാണ് കേട്ടോ. മറ്റേത് എന്താണെന്നറിയോ, കുറച്ച് തിന്നും കുറച്ച് കളയും. പൊട്ടുകടല വേണോ? അമ്മയ്ക്ക് ഇത് ഇഷ്ടം കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമാണ്. എങ്ങനെയാണെന്നറിയാം, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഈ റോഡ് സൈഡിൽ കൂടെ ഉണ്ടാവില്ലേ ഗ്യാസ്. അല്ല, ഒരു പാത്രത്തിലുള്ളതേ
എടുത്തിട്ട് നമുക്ക് എന്താ ഇതുണ്ടാക്കാം. പുളിയില്ലേ? ഒരു പാത്രത്തിൽ എടുത്തിട്ടേ ഉണ്ടാക്കി വെക്കാം. ഞാനില്ലേ ഗ്രീൻ പീസും കൊണ്ട് മസാലക്കറി കുറേ പേര് പറഞ്ഞു ഇതിന് മസാലക്കറി ഉണ്ടാക്കണം കാണിക്കുമോ എന്നുള്ളത് ഇട്ടതാണ് കേട്ടോ, വെള്ളത്തിലിട്ടിട്ട് അതായിട്ട് കാണിച്ചു കൊടുക്ക്. പക്ഷെ ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴേക്ക് 8 മണിയായി. അതാ അവിടെ അതാ കാണിച്ചു കൊടുക്ക മുട്ടി കണ്ടോ, വെള്ളത്തിലിട്ട് വെച്ചാണ്. കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് വെക്കണം അല്ലേ. ഏട്ടൻ്റെ അടുത്ത് പോയില്ലേ, ഞങ്ങൾ അവിടെ നിന്നിട്ട് തന്നെ കുറേ ഞാൻ പോയിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞൂലേ ഏട്ടാ. അവർ കുറേ നേരം വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്നു. ആ നാളെ ഉള്ളൂ കാവത്തില്ലേട്ടാ, അടുക്കളയുടെ അവിടെ ഉള്ളത് കേട് എന്താ ഇതായിത്രേ ചുങ്ങീന്ന്. അതെങ്ങനെ ചുങ്ങിപ്പോണ്ട് മണ്ണില്ലാണ്ടേ? അത് തേച്ച് നോക്കിയപ്പോ അമ്മേ ഇവിടുത്തെ കാണിപ്പാട്ടിനല്ലേ കുടിയിരിപ്പ് ദിവസം പപ്പടം കാച്ചിയതാണ്. അപ്പം നമ്മുടെ കയ്യിൻ്റെ അവിടെ ഒരു ചെറിയൊരു മുറിയായതാട്ടോ, അത് ഉണങ്ങണേ ഇല്ല. അപ്പോൾ വെള്ളം തട്ടുമ്പോൾ നീറുകയാണ്. ഈ ഷുഗർ ഉള്ളതല്ലേ, അപ്പോൾ പറഞ്ഞില്ല എന്നാൽ നമ്മൾ പൊള്ളിനുള്ള മരുന്നൊക്കെ തേച്ചിരുന്നതാണ്, ഉണ്ടാക്കിയിരുന്നതാണ്. പക്ഷെ അത് പെട്ടെന്ന് ആ തിരക്കിൽ നമ്മളത് ഓർക്കില്ലല്ലോ അല്ലേ. അവിടെ ആ കുപ്പിയിലുണ്ടാവും. പെയിന്റിങ്ങിന്റെ സമയത്ത് അവിടെ എവിടെ വെച്ചിട്ടുണ്ട്. നീ തക്കാളി അതേപോലെ എടുക്കുന്നു. എൻ്റെ അച്ഛന് ആ സംഭവം ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താന്നറിയോ, നമ്മള് ഇതിലോ മാങ്ങ ഇതിലരിഞ്ഞാൽ മതി. നാളെ കൂട്ടാൻ വെക്കാൻ ഇനി വേണം അത് കടല ഉപ്പ് പൊളിച്ചൂന്നോ. അച്ചുല്ലേ അമ്മ, സോയാബീൻ നന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലെന്താണ് അമ്മൂന് കുക്കിങ് താല്പര്യമില്ല, പക്ഷെ നമ്മുടെ അച്ചുട്ടിക്ക് അങ്ങനെയല്ല കേട്ടോ. അച്ചു ഒരു കലയാണ് അല്ലേ അച്ചു. എന്താ മുളക് പൊടി പെട്ടെന്ന്, ഇത് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ദാനയ്ക്ക് തീരെ പറ്റാത്ത, അവള് നിൽക്കുമ്പോ അവളുടെ പിന്നാലെ എല്ലാവരും നിക്കണം. അതെന്തായിരിക്കുന്നത് ആ ഭരണിയില്. അച്ചുവിന്റെ കുക്കിംഗ് എല്ലാവർക്കും ഇഷ്ടമായിച്ച അതുപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ. അച്ചു നാളെ ഒറ്റയ്ക്ക് ചപ്പാത്തി എന്താ ഒറ്റയ്ക്ക് എന്നിട്ട് ഞാനും അമ്മയും TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വേഗം കൊണ്ടുവന്ന് തിന്നാൻ തന്നു. എന്നാണ്ടോ ഇനി നമ്മൾ വിൽക്കില്ലേ. മല്ലിപ്പൊടി ഇവിടെ ഇല്ല, അത്രേ ഉള്ളൂ. അത് എടുത്തോളി നമ്മ, അവിടെ ആ വെള്ളത്തിലിടണ്ടാന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇനി ഇതിലില്ലേ നമ്മുടെ ഇത് വെളിച്ചെണ്ണല്ലേ, അതാ നമ്മുടെ മാങ്ങ ഉണ്ടോ, ഇതില്ലേ നല്ലൊരു ടേസ്റ്റ് അല്ലേ. സത്യം പറയുക അവിടെ കൊണ്ടേ വെക്കട്ടെ കേട്ടോ. ഇതില് തക്കാളി കൂടി, നല്ല പുളിപ്പ് പാടില്ല കേട്ടോ. തക്കാളി കൂടി പോയി തോന്നി.
നോക്ക്. രസല്ലേ? ഉപ്പ് കൂടിയോ? അപ്പൊ ഒരു പകുതി മാങ്ങ ഇതാ കൂടിയോ? ഇത് കുടിക്കുമ്പോൾ ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഈ മാങ്ങച്ചാർ റെഡി. ഇങ്ങനെ മാങ്ങച്ചാർ ഉണ്ടാക്കുമല്ലേ നല്ല രസമാണ്. മോരുക്കൂട്ടാൻ്റെ കൂടെ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പെനച്ച് കഴിക്കാനും നല്ലതല്ലേ. അച്ഛൻ ഉണ്ടാക്കുമ്പോൾ പിന്നെ അച്ഛൻ്റെ കൂടെ ഇത് ക്ലീനിങ് ചെയ്യലും നിങ്ങളുടെ പണിയാണ് കേട്ടോ. ഉണ്ടാക്കട്ടെ എന്നിട്ട് പോരെ. അത് എന്തട്ട്? മുളക് പൊടി പിന്നെന്തട്ട്? മല്ലിപ്പൊടി. കുക്കിംഗ് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കണേ എന്തൊക്കെ ഉണ്ടാക്കി ഇടുക എന്നുള്ളതേ. ഇത് അതിന് അടയ്ക്കാൻ പറ്റില്ല ഈ പാത്രം. അങ്ങനെയല്ലേ ഇതെങ്ങനെ? ഇത് സുഖാണ്. ഇത് നിനക്ക് അടയ്ക്കാൻ പറ്റില്ല. ഇതെങ്ങനെ പിടിക്കുക? ഇതാണ്ടോ അങ്ങനെ പിടിച്ചു കഴിഞ്ഞതാ കണ്ടോ? അത്ര ഉള്ളു പണി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കുപ്പി. അത് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേട്ടാ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ചിക്കൻ മസാല പുതിയ വാങ്ങിക്കോ. ആ ചിക്കൻ മസാല. ഇനി ആരെങ്കിലും വിരുന്ന് വരച്ചാൽ അച്ഛൻ്റെ വക ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അച്ഛൻ ചിക്കൻ ഉണ്ടാക്കും. ഇന്നലെ എന്താ ഉണ്ടാക്കി? ലോഡഡ്. അത് അങ്ങനെയൊന്നും പേര് വേണ്ട. അതിന് അങ്ങനെയൊന്നും പേരില്ല. എന്നാലും പറയേ അച്ചു. ഞാനിന്ന് പുറത്ത് പോയി വന്നപ്പോഴേക്ക് എൻ്റെ മക്കള് കാട്ടിയ കാര്യങ്ങൾ കണ്ടേ. ബ്രെഡ് മൊരിച്ച് കഴിച്ചേക്കണം ഇവിടുന്ന്. എന്നിട്ട് ഇതാ ഈ പാത്രങ്ങളൊക്കെ ഇവിടെ നീട്ടി വെച്ചേക്ക. പഠിക്കുക എന്നിട്ട് ഇരുന്നിട്ട് ചീത്ത വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അച്ഛമ്മ നെയ്യും ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു. അച്ഛമ്മക്ക് ടി വി ഇട്ട് കൊടുത്തില്ലേ? ഞാനേ ഉപ്പിട്ടില്ല. അപ്പം നെയ്യല്ലേ നേരത്തെ ഉപ്പിട്ടത്? അതെ അത് വാടാൻ വല്ലാത്ത സാധനമാണ് കേട്ടോ അച്ചുട്ടി. വെള്ളം അമൂല്യമാണ്, പാഴാക്കരുത്. അമ്മു അമ്മുക്കുട്ടി ഈ കുപ്പിയൊക്കെ തുടച്ചിട്ടല്ലേ വെക്കണ്ട് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം മുളക് ഒന്നും ഇല്ലാണ്ടില്ലേ, മുളക് പൊടി പിന്നെ ഇട്ടു കൂടിപ്പോയി. എന്നാലച്ചോ നീ അത് ചെയ്തു നോക്കണില്ലേ ചേട്ടാ? അമ്മ ഇതേപോലെ ഇരുന്നു അച്ചു. അമ്മയ്ക്കും ചെറുപ്പത്തിലില്ലേ അടുക്കളപ്പണിയൊക്കെ അറിയായിരുന്നു. അമ്മയ്ക്ക് ആരാ ചെയ്ത് പഠിപ്പിച്ചു തന്നിരുന്നറിയോ? ആരാ? അമ്മ ഒറ്റയ്ക്ക്. ഞാൻ പിന്നെ ആരെയും അയ്യടി നീ ഇപ്പഴല്ലേ ഞാൻ ചെയ്യുന്ന നീ കാണലില്ലേ ചേട്ടാ? അച്ചു പറയുന്ന നോക്കിയോ കേട്ടാ? സ്കൂളിൽ പോകുമ്പോ ഞാൻ കാണാറുണ്ടോ? മാറി ഇപ്പം ആരും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ തന്നെയാണ് പെൺകുട്ടികളെ. പെൺകുട്ടികൾ മാത്രമല്ല ചെക്കൻകുട്ടികളും പഠിക്കണം. എന്താ പെൺകുട്ടികൾ ഒരാള് നിങ്ങളുടെ മകള് മൂത്ത മകൾ എന്താ ചെയ്യണ നോക്കിയൊക്കെ വന്നിട്ട് മുളക് പൊടി തിരിച്ച് പിന്നെയൊന്നുമില്ല. പഠിക്കുകയാണ് കേട്ടോ. അമ്മു ഉണ്ടാക്കും. അമ്മുവിന് തോന്നിക്കഴിഞ്ഞാൽ അമ്മു അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പക്ഷെ അമ്മുവിന് എപ്പോഴും തോന്നില്ല. അടുക്കളയിൽ കയറി കഴിഞ്ഞ് വെച്ചാൽ അമ്മു ഉണ്ടാക്കണത് വെറൈറ്റി ആയിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് നോക്കും. അപ്പം എന്താ വെച്ചാൽ ഇനി പരീക്ഷ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ 2 മാസമോ? 2 മാസമല്ലേ? 1 മാസം. മാങ്ങ ഉപ്പിട്ട് കഴിക്കാൻ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ അമ്മമാരില്ലേ കേട്ടാ, കേൾക്കുന്നുണ്ടോ? നമ്മുടെ അമ്മമാരേ നമുക്ക് എന്തൊക്കെ തന്നാലും അവർക്ക് തൃപ്തിയാവില്ല അല്ലേ? എന്തൊക്കെ തന്നാലും ഇപ്പൊ ആർക്കവൾക്കോ നീ എന്തരീ ഞാൻ നിനക്ക് തൃപ്തിയായിട്ട് തരേണ്ടത്?
നിങ്ങൾക്ക് നല്ല ഭക്ഷണം ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി നാളെ ബിരിയാണി വേണം പറയരുത് കേട്ടോ, തേരാണ്. നാളെയും മറ്റന്നാളൊന്നും ഇറച്ചി മീനും കഴിക്കാൻ പാടില്ല. മറ്റന്നാൾ നമുക്കൊരു കല്യാണം ഉണ്ട് അല്ലേ? ഒരു കല്യാണം പോകും ഞങ്ങൾ. എന്താ അമ്മ കാട്ടുന്നത്? എന്താ ചീനച്ചട്ടി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ നോക്കുമ്പല്ലേ നമ്മുടെ ഇതേ ഉണ്ടാ. ആദ്യം നല്ല വാടലായിരുന്നില്ല, ഇപ്പൊ വാടലൊക്കെ നിന്നോക്കണോ? ചപ്പാത്തി ഉണ്ടാക്ക അച്ഛനുള്ള മാത്രം ഉണ്ടാക്കണം. പിന്നെ അമ്മു വേണമെങ്കിൽ കൂടിക്കോ. അങ്ങനെ കണ്ടുവെക്കണ ഒരു കാര്യക്കും ഞാൻ അവള് എന്താ അച്ചുവിനോട് ചോദിക്കാൻ ഇതൊന്ന് അടച്ചു വെക്ക അച്ഛമ്മ. ചെയ്തോളാ പൊക്കോ ഏട്ടാ, അവള് ചെയ്തോളാന്ന്, അമ്മ പൊക്കോന്ന്. അത് ഞാൻ ഇവിടെ ഒരു ചായപാത്രം വെച്ച് ഇവിടെ അമ്മ അത് കൊടുത്തിട്ട് പോയോ? എന്ത് കുറവുണ്ടാവും പോർവുണ്ട് ഞാൻ വിചാരിച്ചെന്നെ. ഏട്ടാ എരിവൊക്കെ ഇതിന് വറ്റിക്കോളേ. ആർക്ക് ഞാൻ ചെയ്യാം. ഇളക്കും കൂടി ചെയ്യണ്ടാന്ന്. അമ്മോ അമ്മോ അമ്മ ഉണ്ടാക്കുമ്പോ അങ്ങനെയല്ലേ. അമ്മോ പോയോ? അയ്യോ അമ്മുട്ടി, ഏട്ടന് വേണോ മാങ്ങ എന്തിനു ചപ്പാത്തിയോടെ കഴിക്കാൻ? അപ്പൊ ഞാൻ കുഴക്കണോ? കുഴക്കുകയും ചെയ്യണ്ടേ? നമ്മ തിളക്കിക്ക. ഏട്ടാ വേണ്ട ഏട്ടാ, എന്താന്നറിയോ, എനിക്ക് അങ്ങനെ ഒരു റെസ്റ്റ് കിട്ടട്ടെ. ഞാൻ ഇവിടെ ഒരു ഓർത്തിരിക്കട്ടെ. വേണ്ടാന്ന് പറയുമ്പോ പിന്നെ ഞാൻ എന്താ അഞ്ഞേട്ടാ ചെയ്യണ്ട്? ഒരു കുഴപ്പമില്ല, അവള് നല്ല മയത്തിൽ കുഴക്കും. ആര്? എനിക്ക് ഞാൻ പകുതിയത്ത് മാമനെ വിളിക്കാം. അന്ന് വിശന്നപ്പോ എന്തോ ഉണ്ടാക്കി. അതിനെന്തോ ചൂടുവെള്ളം വെള്ളം ചൂടാക്കില്ല കഴിഞ്ഞു അത്ര വേഗം. അപ്പൊ ഇനി പരത്തണ്ട, പരത്തണ്ട, ഒന്നുമേ ചെയ്യണ്ട. അമ്മ ഇതൊന്ന് പോയി നോക്കിയില്ല. ഇല്ല ഈയല്ലേ പറഞ്ഞത് അമ്മ തൊടണ്ട. ഇല്ല ഞാൻ നോക്കിയിരിക്കില്ല, ഞാൻ നോക്കിയിരിക്കും. അയ്യോ അയ്യോ, കാല് പിടിച്ച് വലിക്കണ്ട. കാല് പിടിക്കേണ്ട സമയത്ത് കാല് പിടിച്ചാൽ മതി. ഞാൻ നിക്കില്ല. അയ്യോ എന്റെ വള പൊട്ടും. അത് പൊട്ടിട്ടോ പോട്ടെ. നോക്ക് നീച്ച് പോണിട്ട് കാറി കേളിയെത്താൻ വേണ്ടിട്ട് അമ്മ ആ ഗ്യാസ് കമ്മിയാക്കിയാലേ. അമ്മ ഏട്ടാ ഏട്ടാ അത് വറ്റാൻ സമയം എടുക്കേ. അവൾക്ക് വലിയ പാചകക്കാരിയല്ലേ. അവ നമ്മളെങ്ങനെ ഞാൻ ചെയ്യുമ്പോ നിങ്ങൾ ആരും എന്നെ സഹായിക്കാറുണ്ടോ? അമ്മ ചെയ്യാൻ വരുമ്പോഴേക്കും അമ്മ ഓടിക്കില്ലേ. അപ്പൊ അതുപോലെ തന്നെയല്ലേ നീ ഇപ്പൊ പറഞ്ഞ. അതുകൊണ്ട് ഞാനും ഇവിടെ വെറുതെ ഇരിക്കാം, റെസ്റ്റ്. അമ്മ റെസ്റ്റ് തന്നെ ആയിരുന്നു, അമ്മയോട് വിളിച്ചില്ല. എന്നാ ഞാൻ പോയി കിടക്കട്ടെ. ബെഡൊക്കെ എനിക്ക് തലവേദന എടുക്ക്. അച്ഛന്റെ അടവാണ് ഇട്ടത്. മിണ്ടി അച്ഛ പറയും എനിക്ക് തലവേദന എടുത്തിട്ട് എനിക്ക് തലവേദന എടുത്തിട്ട് ഡോക്ടറെ കാണാൻ പോട്ടോ നാളെ. കടമ്പഴിപ്പുറം ഗവൺമെന്റ് ആശുപത്രിയില് ഡോക്ടർ ഉണ്ടേ. നീ തലവേദന ഡോക്ടറിനെ കാണാം. ചെല്ലിക്കൽ ആശുപത്രിയില് ഡോക്ടർ ഉണ്ടേ. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. കിച്ചുട്ടനെ ചപ്പാത്തിനാക്കാൻ പറ്റില്ല കേട്ടോ. കിച്ചുവിന് എന്താ ട്യൂഷൻ ക്ലാസ്സിൽ നല്ലൊരു പണി കിട്ടിയേക്കണം. പഠിച്ചുകൊണ്ടേ ഹിന്ദി 20 പ്രാവശ്യം എഴുതി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇരുന്ന് എഴുതുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് എഴുതട്ടെ. നല്ല ചപ്പാത്തി ഞാൻ ഇന്നേക്കാളും നല്ല ചപ്പാത്തി അവള് ഉണ്ടാക്കുന്നു. അമ്മ നമ്മുടെ കടുകട പോലെ ചപ്പാത്തിയാ. നമ്മുടെ കട്ട പോലത്തെ ചപ്പാത്തിയാ. വായ വെച്ച കട്ടികൂടി. ഇന്നലെ ഈ ഉച്ചക്ക് എന്താ തിന്നത്? അത് കട്ടി ചപ്പാത്തിയാണ്. നിന്റെ ചപ്പാത്തി ഒന്ന് അച്ഛൻ തിന്നിട്ട് അഭിപ്രായം പറയട്ടെ. കണ്ടോ, ഇതാണ് അവരവർക്ക് ഉണ്ടാക്കാൻ അറിയും വന്ന ഒരു അഹങ്കാരം. കണ്ടോ അമ്മയ്ക്ക്
ഇതാ. ഇപ്പൊ നല്ല രസം ഉണ്ടാവും കേട്ടതേ. ഞാൻ അപ്പൊ അങ്ങനെ തന്നെ അച്ഛനാൾ ഉണ്ടാക്കിയതേ. പക്ഷെ ഇതുപോലെ ആയിരുന്നില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുരുമുളക് പൊടി തുള്ളി ഇട്ടിരുന്നേ. കുരുമുളക് പൊടി ഇല്ല ഉണ്ടോ നോക്കേ. അച്ചുണ്ടാക്കണേലില്ലേ നമ്മളെന്തെങ്കിലും ഇനി എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞല്ലേ. എന്തൊട്ടി അത് മാങ്ങച്ചാറ് വേണ്ടേ ചക്ക അമ്മ. അമ്മുട്ടി ടി വി എന്നാ വായോ ഈ മാങ്ങ കൊണ്ടേക്കേ. ഈ ചോറുണ്ടോ ഈ എന്നാ വായ ഇത് കൊണ്ടേക്ക്. അമ്മയ്ക്കൊക്കെ ചോറ് വേണം. ഇവിടെ ബാക്കിയുള്ളവർക്ക് ചപ്പാത്തി ഉള്ളൂ. വേണമെങ്കിൽ വേണ്ട. അമ്മ ഡയറ്റ് എടുക്കില്ല. ഞാൻ ഇപ്പൊ തടി കുറഞ്ഞോന്ന് എല്ലാരും പറഞ്ഞു. എനിക്കത് മതി. പിന്നെ അവളങ്ങനെയൊക്കെ പറയും. അവള് പറയുന്നൊന്നും ഞാൻ നിങ്ങൾക്കിത് വേണോ? മാങ്ങ വേണോ? ചപ്പാത്തിയുടെ കൂടെ വയ്ക്കാൻ ആണോ? ഇതെന്താ ചപ്പാത്തി? ഫസ്റ്റ് ചപ്പാത്തി. ഓ ഉള്ളു ചപ്പാത്തി. അമ്മ പിന്നെ ഉണ്ടാക്കാറുണ്ട് ആട്ടമാവ്. ചിക്കൻ ബിരിയാണി. വേഗം കൊണ്ട് കഴിക്കാൻ കൊടുക്കും. ഞാൻ അപ്പം വരാം. ഇതെന്താ ഈ കരിപ്പാത്രം? ഇതന്നെയല്ലേ അട്ടക്കരി ഒന്നുമല്ല. കുട്ടികളെന്തോ ചെയ്താൽ മതി. അത് അവിടെ നിന്ന് വെണ്ണൂറ് എന്തോ എടുത്തിട്ടൊക്കെ. എനിക്കറിയായിരുന്നു ഇവരെന്തെങ്കിലുമൊക്കെ പിത്തരം ഒപ്പിക്കുന്നുള്ളത്. ഞാൻ ചൂടൊന്നും പാടില്ല. അമ്മ ചുട്ടത് എന്നിട്ട് ഇനി ഇത് പൊള്ളച്ചിട്ടില്ല അമ്മ ചുട്ടത് കാരണമാണെന്ന് നാളെ പറയോ? ഇല്ല. പറയോ? ഇല്ല. കണ്ടോ? എനിക്ക് പേടിയാണ് കേട്ടോ അവളെ ഉള്ള കാര്യം. പോയി ചെയ്യണോ? അപ്പൊ നിനക്ക് ഇന്നിപ്പോ എന്റെ ആവശ്യമുണ്ടല്ലേ? പോയി ട്രൗസർ ഇട്. പോട്ടെ നാളെ അതാ പാമ്പിട്ട് അവിടെ. എന്റെ ദൈവമേ. അച്ഛൻ്റെ ചപ്പാത്തി പൊള്ളക്കലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചപ്പാത്തി പോലെ. ഈ നേരത്തെ അതല്ലല്ലേ പറഞ്ഞത്? നിന്റെ ചപ്പാത്തി ബലമാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ ചപ്പാത്തി ഇടയ്ക്ക് ബലാണ്. അത് സത്യമല്ലേ? വൈകുന്നേരം നമ്മള് ബലം ഉണ്ടാവും. ഇപ്പൊ ഇനി മാറി വന്നു. ഇനി കുറച്ചു നേരം കൂടി കഴിയുമ്പോ മാറി കേട്ടോ. ഇനി ഞാൻ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കില്ല കേട്ടോ. എന്താ ഇന്നേക്കാളും നന്നായിട്ട് അച്ഛൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോ ഞാൻ എന്തിനാ ചപ്പാത്തി ഉണ്ടാണ്ട് അച്ഛൻ്റെ കറി നോക്കിയേക്ക് നല്ല സെറ്റായില്ലട്ടാ. അച്ഛന് ചോപ്പർ വാങ്ങിയപ്പോല്ലേ സത്യം പറയാ എല്ലാം ഉണ്ടാക്കാനൊരു ഉഷാറായില്ലട്ടാ. പിന്നെ ഇനി ഒരു സമാധാനം ഉണ്ട്. എന്തെന്നറിയോ? നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോവാണ് വെച്ചാലേ പറയാ. ഞാനിപ്പോ അത് അന്ന് കണ്ടില്ലേ, നേരം വഴി 8 മണിക്കല്ലേ വീട്ടിലേക്ക് എത്തിയില്ലട്ടാ. ഇതുപോലെ നേരെ 8:30 ആയിട്ടുള്ളൂ. അപ്പൊ അമ്മ വന്നിട്ട് 1/2 മണിക്കൂറായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എവിടേക്കെങ്കിലും പോവാച്ചാ ട്രൗസർ ഇട്ടോ? ഒന്ന് വേഗം ഉണ്ടാക്കി. എനിക്ക് വയ്യാ തോന്നുന്നു. ദിവസം നിന്റെ സ്വത്താ പൊന്നൂസ്, നിന്റെ സ്വത്താ അച്ഛൻ്റെ സ്വത്താ. എന്നാ ശരി. ചപ്പാത്തി തരില്ല, പാപ്പ തരില്ല, ജ്യൂസ് തരില്ല. എന്താണത്? ചപ്പാത്തിയാ? ചപ്പാത്തി തരാട്ടാ.
ഏട്ടാ രാവിലെ നിങ്ങൾക്ക് കഴിക്കാനുള്ളതും കൂടി ആ പെണ്ണ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അച്ചുട്ടി. അച്ചു ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ഇങ്ങനെ തന്നെ വേണം മക്കളായ. അവൻ അത്ര വലിയ മാവാണ്. ഏ 10 പ്രാവശ്യമായോ 20 പ്രാവശ്യമായോ മൊത്തം നോട്ട് എടുത്തു വാ. നോട്ട് എടുത്തിട്ട് വന്നിട്ട് കഴിച്ചിട്ട് കിടക്ക്. നോട്ട് എടുത്ത് വന്ന് നോക്കട്ടെ. താഴെ കാണിക്ക് കാണിക്ക്. ആ ഇത് 20 വരെ 20 പ്രാവശ്യമാണ്. 20 വരെ 10 പ്രാവശ്യം എഴുതിയോ? അവിടെ എത്ര എവിടെ മുതൽ തുടങ്ങി നോക്കട്ടെ. ഇതൊന്ന് ഇനിയും വേറെ ഉണ്ടല്ലോ അതെഴുത്. 1 2 3 4 5 6 കഴിഞ്ഞോ? അവിടെയൊക്കെ വൃത്തിയായിട്ട്. ആ കിച്ചു കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? എന്നാ പോയി കഴിക്ക്. സാമ്പാറുണ്ട്. ഭക്ഷണം കഴിക്കാതെ കിടക്കണ്ട. ഇത് നോക്കുവാണെങ്കിൽ കുറച്ച് സോയാബീൻ കറി കൊണ്ടേക്കോ. ഓ പപ്പടം കാച്ചുണ്ടാവും അച്ഛമ്മ. പപ്പടം നാളെ ഇല്ലേ? നാളെ എന്താ ഉണ്ടാക്കുക? മോരുകൂട്ടാനും ചേനപ്പേരിയും. ചേനപ്പേരി മോരുകൂട്ടാൻ. അതാ മാവുണ്ടോ ചോദിക്കാണ്. വാൻ്റെ പൊന്നെ മാവേ. ആൻ്റെ അമ്മയുടെ കുട്ടി മാവേ. പോവാ പോവാ പൊന്ന. വലിയ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതാ അച്ചുവിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കൽ കഴിഞ്ഞു. ചപ്പാത്തി പരത്തി അവള് കുഴച്ച് പരത്തി തന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഇതാ അച്ചുവിൻ്റെ കറി കണ്ടോ? കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ഞാൻ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. അവൾ സ്വയം അവളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല കുട്ടി. അവിടുത്തെ പൊടിയൊക്കെ കളഞ്ഞ് അവിടെ തുടക്കി തുണി എടുത്തിട്ട് എന്താ അമ്മ ഉണ്ടാക്കണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അമ്മ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കുക. അമ്മ ഉണ്ടാക്കുമ്പോഴേ നല്ല ഓരോന്ന് നോക്കി നോക്കി കണ്ടുപിടിക്കലോ. അവൾക്ക് ചിക്കൻ വേണം അല്ലേ അച്ചു? അച്ഛ വീട്ടിലുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കും. അമ്മ ഉണ്ടാക്കുമ്പോൾ അമ്മന് എല്ലാ സാധനം വേണം. ഇനി ബട്ടർ വാങ്ങണ അച്ഛ. നമ്മളിവിടെ ബട്ടർ വാങ്ങിയിട്ടേ ഇല്ല കേട്ടോ. ഒരു പ്രാവശ്യം വാങ്ങിയില്ലേ ബട്ടർ? ചീസ് അത് വാങ്ങി. അപ്പോൾ ബട്ടർ വാങ്ങിയിട്ടില്ല. ഒരു പ്രാവശ്യം ബട്ടർ വാങ്ങിയിട്ട് നമുക്ക് കൊടുക്കണം കേട്ടോ. അമ്മ കുറേ ദിവസമായി ഇത് പറയുന്നു, ബട്ടർ വേണം ബട്ടർ വേണം. അതാട്ടോ അച്ഛൻ്റെ ചപ്പാത്തിയൊക്കെ കണ്ടോ പൊള്ളച്ച് വരുന്നുണ്ടേ. അതാ അച്ഛനുണ്ടാക്കിയ ആൾക്കാരില്ലേ വിളമ്പി കൊടുക്കണം. എന്നാലാണ് കഴിക്കുന്ന ആൾക്കാരുടെ മനസ്സെന്നറിയുള്ളൂ. ഉണ്ടാക്കി കഴിക്കാൻ കൊടുക്ക്. അതാ കറുത്ത പൂച്ച. അതാ വണ്ടിയിൽ കയറാൻ നിൽക്കുന്നു കറുത്ത പൂച്ച. ഇവിടെ അല്ലേ? ഇവിടെ കിച്ചുട്ടാ ഉറങ്ങിക്കോട്ടെ. പൊന്നൂസിരുന്നോട്ടെ. ആ പൊന്നൂസിരുന്ന ചപ്പാത്തി കഴിക്ക്. പൊന്നൂസിരുന്ന് കഴിക്ക. അമ്മക്ക് വേണ്ട എനിക്ക് ചോറും ചപ്പാത്തി മതിയോ? കറിയൊക്കെ വിളമ്പി കൊടുക്ക്. നല്ല മയുണ്ട്, നല്ല മയുണ്ട്. കറി എടുത്തു കൊടുക്ക്. ഇവിടെ ഇതിൽ വെച്ചാൽ ചീനച്ചട്ടിയിൽ തന്നെ ആക്കിട്ടേ. അച്ചോ മിടുക്കി. കഴിച്ചോ കേട്ടാ? ഞാൻ വെള്ളം നിറച്ചിട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു
എങ്ങനെ പറയുക, സ്വപ്നവും ഒരു ഭാഗ്യമാണ് കേട്ടോ നമ്മുടെ മക്കള്. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പറയുക, അവർ ചെറുതായി മുമ്പ് മുതൽ നമ്മൾ അവർ വലുതാവണം, അവരുടെ വളർച്ചയൊക്കെ കണ്ട് ഒന്ന് ഇല്ലേട്ടാ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് ഓരോന്ന് ചെയ്തു തരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പം നമ്മുടെ അമ്മമാരാണ് വെച്ചാലും തന്നെ നമ്മളമ്മമാരായപ്പോഴും തന്നെ നമുക്ക് മനസ്സിലാവണില്ലേ ഒരമ്മ എന്നുള്ളതിൻ്റെ അല്ലേ, അമ്മ മാത്രമല്ല അച്ഛൻ എന്നുള്ളതിൻ്റെ ഒരു വികാരം. ഓ എന്താ, കാരണം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ചില സമയത്തൊക്കെ നമുക്ക് സന്തോഷവും സങ്കടമൊക്കെ വരുന്നൊരു സമയങ്ങളില്ലേ, ആ സമയങ്ങൾ എന്താ ചിട്ടിയെ പറയാ, നല്ല കുട്ടിയാണ്, നന്നായിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. എങ്ങനെയുണ്ട് ഏട്ടാ? നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഏട്ടനെ കഴിക്കാതിരിക്കില്ല, അവൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഏട്ടനെ മടിയിൽ ഇങ്ങനെ കയറിയിരിക്കും. ഞങ്ങളുടെ അടുത്ത് അത്ര ഇതാവില്ല, ഏട്ടൻ എന്താ വെച്ചാൽ നല്ല കൊഞ്ചിക്കുള്ളൂ. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ. എല്ലാവരും കമന്റ് ചെയ്യണേ, അച്ചു ഉണ്ടാക്കിയ ചപ്പാത്തിയും കറി എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യൂ അല്ലേ. ഏട്ടൻ എങ്ങനെയുണ്ട്? സത്യം പറയാ, ഉപ്പിന്റെ കുറവോ എരിവിന്റെ കുറവോ ഒന്നുമില്ല കേട്ടോ, നന്നായിട്ട് ഉണ്ടാക്കിക്കണോ. ചപ്പാത്തി ഞാൻ കാണിച്ചു തരാം, അതാ കാണുമ്പോ നിങ്ങൾക്ക് ഭൂപടം പോലെയൊക്കെ തോന്നും, പക്ഷെ കണ്ടില്ലേ, കണ്ടോ നല്ല മയുണ്ട്. ഞാൻ ഇതാ കണ്ടില്ലേ, ബലത്തിലും നല്ല കേട്ടോ, നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ചു പറയണ പോലെ എൻ്റെ ചപ്പാത്തി ഉച്ച കഴിയുമ്പോഴേക്കും മരം പോലെ കിടക്കണ്ട് പറഞ്ഞല്ലേ, അതും കിടക്കും. പിന്നെന്താ, അവൾക്ക് എന്നെ പറയുന്നത് ഇഷ്ടാവണില്ല എന്തേ. അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് കാണാം. ടാറ്റാ. ടാറ്റാ. എവിടെ ടാറ്റാ.